വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇരമ്യാവ് എന്ന വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഇരമ്യാവ് 1-ാം അധ്യായം 5-ാം വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ഗർഭപാത്രത്തിൽ നിന്നെ രൂപപ്പെടുത്തുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ ജനിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഇന്ന് നാം ഇരമ്യാവ് എന്ന ദൈവദാസനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തെ സാധാരണയായി കരയുന്ന പ്രവാചകൻ എന്ന് വിളിക്കുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ കർത്താവ് ഇരമ്യാവിനെ തന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലേക്ക് വിളിച്ചു. ഇരമ്യാവ് പല വിധത്തിൽ സ്വയം ഒഴിവ് കഴിവ് പറയാൻ ശ്രമിച്ചു. അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന എല്ലാവരുടെയും അടുക്കൽ നീ പോകണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ നീ സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇത് ഇരമ്യാവ് 1-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ബാബിലോണിയർ ഇസ്രായേലിനെതിരെ വന്നപ്പോൾ ഇരമ്യാവ് സ്വന്തം ജനത്തിന്റെ കൈകളിൽ നിന്ന് വളരെയധികം എതിർപ്പും കഷ്ടപ്പാടും നേരിട്ടു. എന്നാൽ ദൈവം ഇരമ്യാവിനെ ശക്തനും ഉറച്ചതും ഉറപ്പുള്ളതുമായ ഒരു വെങ്കല മതിൽ പോലെയാക്കി. അതുകൊണ്ട് ഇരമ്യാവ് രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മുൻപാകെ ധൈര്യത്തോടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സന്ദേശം പ്രഖ്യാപിച്ചു. അപ്പോൾ യഹോവ തന്റെ കൈ നീട്ടി എന്റെ വായിൽ തൊട്ട്, നോക്കുക, വേരോടെ പിഴുതെറിയുന്നതും പൊളിക്കാനും നശിപ്പിക്കാനും ഇടിച്ചു കളയാനും പണിയാനും ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഇരമ്യാവ് 1-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ഫറവോന്റെ സൈന്യം വന്നപ്പോൾ കൽദയർ യെരുശലേമിൽ നിന്ന് പിൻവാങ്ങിയെന്ന് ഇരമ്യാവ് 37-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ആ സമയത്ത് ആളുകൾ ഇരമ്യാവിനെ പിടികൂടി ഒരു ശൂന്യമായ കുഴിയിലിട്ടു. എന്നാൽ കർത്താവ് അവനെ സംരക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ബാബിലോണിയർ മടങ്ങി വന്ന് യെരുശലേം പിടിച്ചടക്കി നഗരത്തെ കത്തിച്ചു. അപ്പോഴാണ് ഇരമ്യാവ് വിലാപ പുസ്തകത്തിൽ വിലാപങ്ങൾ ചൊരിഞ്ഞത്. തന്റെ കണ്ണുനീരിലൂടെ അവൻ യഹോവയെയും ദൈവജനത്തെയും എത്രമാത്രം സ്നേഹിച്ചുവെന്നും അവരുടെ പിന്മാറ്റം നിമിത്തം അവൻ എത്രമാത്രം കഷ്ടപ്പെട്ടുവെന്നും നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ യഥാർത്ഥ മക്കൾ കർത്താവിന്റെ ഹൃദയമിടിപ്പിന്റെ താളം അറിയുകയും ജനതയ്ക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ അവന്റെ സന്നിധിയിൽ നിൽക്കുകയും ചെയ്യും. അത്തരമൊരു മധ്യസ്ഥതയാൽ കർത്താവ് നിങ്ങളെയും നിറയ്ക്കട്ടെ. ഇരമ്യാവ് വിളിച്ചു പറഞ്ഞു, അയ്യോ എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരിറവുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഇത് ഇരമ്യാവ് 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. തിരുവെഴുത്തുകളിൽ കർത്താവ് തനിക്ക് വേണ്ടി വിശ്വസ്തയോടെ നിലകൊണ്ട നിരവധി വിശുദ്ധന്മാരെയും പ്രവാചകന്മാരെയും നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. അവരുടെ ദിവസങ്ങൾ വളരെ കാലം കഴിഞ്ഞു പോയെങ്കിലും അവരുടെ ശബ്ദം ഇന്നും നമ്മോട് സംസാരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇരമ്യാവ് കർത്താവിന്റെ മുഖം വഹിച്ചുകൊണ്ട് തന്റെ ശുശ്രൂഷ നിർവഹിച്ചതുപോലെ വിശ്വസ്ത സേവനത്തിൽ കർത്താവിനോടൊപ്പം നിങ്ങളും നിൽക്കണം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഇരമ്യാവ് 33-ാം അധ്യായം 16-ാം വാക്യം. അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും, യെരുശലേം നിർഭയമായി വസിക്കും. ഇതാണ് നമ്മുടെ നീതിയായ യഹോവ എന്ന് പേർ പറയും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഇരമ്യാവ് 6, 7, 8 അധ്യായങ്ങൾ, വൈകുന്നേരം 1 തീമോഥെയോസ് 5-ാം അധ്യായം. ആമേൻ.